ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യപ്രദേശിൽ ബിജെപിക്ക് ശക്തമായ തിരിച്ചടിയേൽക്കുകയാണ്. ഒട്ടേറെ ബിജെപി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേർന്നേക്കുമെന്നാണ് വിവരം. ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിച്ചതാണ് ബിജെപി നേതാക്കളെ കോൺഗ്രസിലേക്ക് ആകർഷിച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കലും പ്രചരണ പരിപാടികളും ബിജെപി ആസൂത്രണം ചെയ്യവെയാണ് നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുന്നത്. ബിജെപിയുടെ 25 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, 50 ജനപദ് പഞ്ചായത്ത് അംഗങ്ങൾ, സർപഞ്ചുമാർ എന്നിവരാണ് കോൺഗ്രസിൽ ചേരുന്നതെന്ന് കോൺഗ്രസ് ഓഫീസ് അറിയിച്ചു. ഗ്രാമീണ മേഖലയിലെ ബിജെപി നേതാക്കളാണ് കോൺഗ്രസ് അംഗത്വമെടുക്കാൻ പോകുന്നത്. മധ്യപ്രദേശിലെ ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന് വീണ്ടും ആധിപത്യം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും മതനേതാക്കളെയും സന്യാസിമാരെയും കൂടെ നിർത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ പല ഗ്രാമീണ മേഖലയിലും വേണ്ടത്ര തിളക്കമാർന്ന വിജയമായിരുന്നില്ല കോൺഗ്രസിന്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവെ വീണ്ടും രാഷ്ട്രീയ ട്രെൻഡ് മാറുകയാണ്. ഗ്രാമീണ മേഖലയിലെ നേതാക്കൾ കോൺഗ്രസിൽ ചേരുന്നതോടെ ബിജെപിക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ബിജെപി തകർത്തു എന്നാണ് പാർട്ടി വിടുന്നവരുടെ പ്രധാന ആരോപണം. പഞ്ചായത്തുകൾക്ക് ഒരു തീരുമാനവും എടുക്കാനുള്ള അനുവാദമില്ലെന്നും എല്ലാം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.